എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും. ഇത് താൽക്കാലികമായിട്ടുള്ളൊരു സംവിധാനം മാത്രമാണ്. പക്ഷേ മറുഭാഗത്തേക്ക് ഹിറ്റാച്ചികളും JCBയും എത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വേലിപ്പാലത്തിന് നിർമ്മാണം പുരോഗമിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒപ്പം തന്നെ വെള്ളാർമലയിലും അട്ടമലയിലുമായി വിവിധയിടങ്ങളിൽ നിന്ന് തത്സമയം വിവരങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇപ്പോൾ റിപ്പോർട്ടർ TV കണ്ട കാഴ്ചകൾ ഇന്നലെ ഉള്ളിലേക്കുന്നതായിരുന്നു. മണ്ണിനടിയിൽ പെട്ടുപോയ മനുഷ്യരും മണ്ണിന് മുകളിൽ കുരുങ്ങിയ മനുഷ്യരും നമ്മളോട് ഉത്തരവില്ലാത്ത ചോദ്യങ്ങളുമായി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മുണ്ടക്കയിലെ പുഞ്ചിരിമട്ടത്ത് ആദ്യമെത്തിയ മാധ്യമസംഘം റിപ്പോർട്ടറായിരുന്നു. 100-ലേറെ ആളുകൾ ട്രീ വാലി റിസോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്നതായി വാർഡ് മെമ്പർ നൂറുദ്ദീനാണ് റിപ്പോർട്ടറിനെ അറിയിച്ചത്. കേരള പോലീസ്, മലപ്പുറം സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അംഗങ്ങളുടെ ശ്രമഫലമായി കുടുങ്ങിക്കിടക്കുന്നവരെ ചൂരൽമല ടൗണിലെ തകർന്ന പാലത്തിനടുത്തേക്ക് എത്തിക്കാൻ സാധിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ റിപ്പോർട്ടർ കണ്ട ഉള്ളിലേക്കുന്ന കാഴ്ചകളിലേക്ക്. സാറേ, ഞങ്ങൾ 250 പേര് ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഞങ്ങളെ എന്തെങ്കിലും രീതിയിലൊന്ന് രക്ഷപ്പെടുത്ത എന്തെങ്കിലും വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. സാറ് ഞങ്ങളെ രക്ഷിക്കണം. കർണാടക ഇതുപോലെ സംഭവം അറിയണത്. അവരൊക്കെ ജീവനോടെ ഉണ്ടോന്ന് പോലും അറിയുന്നില്ല സാറേ. പോയി മുണ്ടക്കായി എന്ന് പറയുന്ന ഗ്രാമം ഇല്ല. NDRF സംഘം ഈ മുണ്ടക്കയിൽ ഒരു 100ഓളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ? അങ്ങോട്ട് പോയിക്കൊണ്ടുണ്ട്. അധികം പെട്ടെന്ന് മുകളിലേക്ക് പോകാനല്ല, വെള്ളത്തിൻ്റെ ഫ്ലോയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവശ്യ സാധനങ്ങൾ കിട്ടാനുള്ള ഒരു മാർഗ്ഗമില്ല. വെള്ളം പോലും ഇല്ലാത്ത, ഒരു ശുദ്ധജലം പോലും കിട്ടാത്തൊരവസ്ഥയുണ്ട്.